എൻ്റെ എക്സ്പീരിയൻസിൽ ദി ബെസ്റ്റ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മികച്ച 2 പ്രൊഡക്ഷൻ ഹൗസാണ് അൻവർ റഷീദ് എന്റർടൈൻമെന്റും മമ്മൂട്ടി കമ്പനിയും. രാജ്ബി ഷെട്ടിയുടെ ഒരു താവളം, അതൊരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. രാജേട്ടൻ ഇത് കണ്ണൂർ സ്ക്വാഡും ഷാജിച്ചേട്ടനായിരുന്നു. അവിടെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇത് ഇങ്ങനെ ഒരു ഗ്രാമമാണ്. ആ ശരിക്കുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്നാൽ അവർ വീട് തപ്പും. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിരുന്നു. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സൈഡിലിരുന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാം. ഇതൊക്കെ സെറ്റിൽ വന്ന് കാണിക്കും, ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് കാണിക്കും. എങ്ങനെയുണ്ട് നമുക്ക് മൂഡിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ കാണിക്കും. അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മെയ് 29 9 വർഷം മുമ്പ് പ്രേമം. അതെ, 9 വർഷം മുമ്പ്. മലർ മിസ് ഞങ്ങളെ ഇതല്ലെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കോളേജിൽ നടന്ന ഒരു സംഭവമായിട്ട്. പക്ഷെ തമിഴത്തി ആയിരുന്നില്ല, പെട്ടെന്ന് ആയിരുന്നു അത്. ഓക്കെ, രാജുവിന്റെ ഡേറ്റ്സ് ഇപ്പൊ അവൈലബിൾ ആണ്, നമുക്ക് ആ സമയത്ത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനെ പെട്ടെന്ന് ഒരു മാസം 1.5 മാസത്തിൽ പ്രിപ്പറേഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അടി കൊള്ളാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. എന്റെ റഷസ് ഒക്കെ ഇറക്കി വിട്ട് ചിരിച്ചു മരിക്കാനുള്ള 10 ഇയേഴ്സിൽ വിടണം. അതിന്റെ ഹാർഡ് ഡിസ്ക് എവിടെയാ നോക്കണം. മലയാളമായിട്ടൊരു സ്ട്രൈറ്റ് പടം നമ്മുടെ ഒരു സമയത്ത് ഹിറ്റാവുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് പ്രേമത്തിലായിരുന്നു. പ്രേമം കഴിഞ്ഞിട്ട് ഉടനെ ഇതൊക്കെ സംഭവിക്കണമായിരുന്നു. അന്ന് സീൻ മാറിയതാ. അതെ, ടർബോ ഇന്നലെ റിലീസായി. അതെ, അത് മമ്മൂക്കാന്റെ തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം കുറച്ച് നാളിന്റെ ശേഷം വരുന്നതായിരുന്നു. കണ്ണൂർ സ്ക്വാഡൊക്കെ പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ടായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് വേറെ ഇങ്ങനത്തെ ഒരു ജോണറല്ലല്ലോ. ശരിക്കും പോക്കിരി രാജ നമുക്ക് അങ്ങനത്തെ പോലെ വൈശാഖ് മമ്മൂട്ടി പടത്തിൽ നിന്ന് രാജമാണിക്യം നരസിംഹം അതേപോലത്തെ ഒരു പടം. ശബരീഷേട്ടനും ഇങ്ങനെ ഒരു പടത്തിന്റെ പാർട്ടായിട്ട്. അതെ, അതായിരുന്നു മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പടം കുറവല്ലേ ഇങ്ങനെ ഒരു പടങ്ങൾ സംഭവിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ എന്താ പറയാ, ഒരു വേറൊരു ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു പടമാണല്ലോ മെയിനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാൻ ബോയ് പടം എന്ന് പറയുമ്പോൾ നമ്മൾ ലൂസിഫർ ആയിക്കോട്ടെ പറയുമ്പോൾ, അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു പടങ്ങൾ ആരാധകനായിരുന്നില്ല കുറേ കാലമായിട്ട്. പിന്നെ അങ്ങനെ പതുക്കെ കണ്ട് അതിൻ്റെ ഒരു രസമുണ്ടല്ലോ. അതൊരു കൂട്ടമായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. കുറേ ഫാൻ ബോയ് മൊമെന്റ്സ് എൻജോയ് ചെയ്യാം തിയേറ്ററിക്കലി പോയി കഴിയുമ്പോൾ. ഒരു വൈശാഖ് പടത്തിന്റെ കാരണം തുടങ്ങുന്നത് അൽഫോൺസിന്റെ കൂടെ തുടങ്ങുന്നു അല്ലെ, പുതിയ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ വൈശാഖ് എന്നുള്ളൊരു പേര് നമ്മൾ സ്ക്രീനിൽ കണ്ടു തുടങ്ങിയ പേരിനൊപ്പം വർക്ക് ചെയ്യാന്ന് അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 10 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് 11ാമത്തെ പടമാണ് വൈശാഖ്. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ജോണർ ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഒരുപാട് ഹിറ്റുകൾ കരിയറിൽ ഉണ്ടാകുകയും അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ വലിയ ബ്ലോക്ക് ബസ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണല്ലോ. മലയാളത്തിൽ ആദ്യത്തെ 100 കോടിയും 150 കോടിയൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ് വൈശാഖ്. അപ്പോൾ പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്. പുള്ളിയുടെ ഒരു വേ ഓഫ് അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനും ഒരുപാട് ക്യാരക്ടർ, ഇപ്പോൾ ഈ ജെറി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഈ ക്യാരക്ടറിന് എന്തെങ്കിലും സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% ക്രെഡിറ്റ് വൈശാഖേട്ടനാണ്. കാരണം ഒന്നാമത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ അഭിനയിച്ച് ഒരു പരിശീലനം എനിക്ക് കിട്ടിയിട്ടില്ല അതെ, നമ്മൾ മറ്റേ വളരെ റോ ആയിട്ടുള്ള പടങ്ങളാണല്ലോ കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ അതിൻ്റെ മെലോ ഡ്രാമ ഇങ്ങനെ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു ആ ഒരു ഇതേവരെ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറിനെ. ഒപ്പം അപ്പം അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. വൈശാഖിൻ്റെ ഹെൽപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും പുതുമുഖങ്ങൾ, മമ്മൂക്കയെ പോലെയാണ്, പുതുമുഖങ്ങൾക്കാണ് കൂടുതലും ഞാൻ അവസരങ്ങൾ കൊടുക്കുന്നത്. അതെ, അപ്പോൾ ആദ്യമായിട്ടാണ് വൈശാഖേട്ടനെ പോലെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ. അത് ഭയങ്കര രസമാണ്. എനിക്ക് കൂടുതലും ഇനിയിപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. എന്ത് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൊള്ളില്ല എന്ന് അവരുടെ കരിയർ കൊണ്ട് അവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരുപാട് എനിക്ക് അതിൻ്റെ ഒരു ചെറുതായിട്ട് ഈ 1-2 ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട് എന്ന് പറയുന്നില്ല. ഈ ജോണർ ഇഷ്ടപ്പെടാത്തവർ അതിൻ്റെ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ. ഇതിലൊരു 10 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് അതിൻ്റെ ഒരു ഫണ്ണും ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ബാക്കിയുള്ളവർ 2 പേര് ക്രിട്ടിക്കലായിട്ട് ഇതെന്താ ഇങ്ങനെ ടെംപ്ലേറ്റ് ആയിട്ടുള്ളൊരു പടമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരല്ലേ.
ഇപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ കൂടെ 2 പടങ്ങൾ, 2ലും മമ്മൂക്കാന്റെ കൂടെ തന്നെ വരുന്നതായിരുന്നു. ഇതിലാണെങ്കിൽ ജോസേട്ടനും ജെറിയും ഒരു ബ്രദർഹുഡ് വർക്ക് ആവുന്നുണ്ട്. അവിടെ ജോർജ് സാറും ഷാഫി ആണെങ്കിലും അവിടെ ഉണ്ട് ഒരു മെന്റർ അല്ലെ, ഒരു ബ്രദർഹുഡ് പോലെ തന്നെയാ, ഫാമിലി പോലെ. എൻ്റെ അകത്ത് ജോർജ് സാറ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ കാറിലാണ് കിടന്നുറങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ടുണ്ട്. ജോർജ് സാറിന് കുടുംബമൊന്നുമില്ല, ജോസേട്ടായിക്കും കുടുംബമില്ലെന്ന് പറഞ്ഞാൽ അമ്മയുണ്ട് എന്നല്ലാണ്ട് ജോർജ് സാറിന് വേറെ ഭാര്യയും മക്കളും ഒന്നും ഇല്ലല്ലോ. എല്ലാം ഇതിന് വേണ്ടിയിട്ടാണ്, ഈ സ്ക്വാഡിന് വേണ്ടിയിട്ട്, പിന്നെ അല്ലെങ്കിൽ അതിന്റെ കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ജോർജ് സാറ് നടക്കുന്നത്. അവിടെയും ആ ഒരു ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ടല്ലേ ഷാഫി മിസ്സാവുമ്പോൾ ഷാഫി എവിടാ എന്ന് ചോദിച്ചിട്ട് ഷാഫിയെ കയറ്റിയിട്ടേ പോയുള്ളൂ. അതാണ് ഇതിന്റെ. അതേപോലെ തന്നെയാണ് ജോസേട്ടായിക്ക് ജെറിയും. രക്തബന്ധമല്ല, പക്ഷെ എങ്കിലും ആ ഒരു അടുത്ത ഒരു സ്നേഹിതൻ, അടുത്തൊരു അനിയൻ എന്നുള്ള സ്നേഹത്തോടു കൂടി തന്നെയാണ് ജോസേട്ടായും പെരുമാറുന്നത്. നമ്മൾ ഈ മമ്മൂക്കാന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ ഈ റാപ്പോ സെറ്റ് ആവണല്ലോ. അപ്പൊ ഒരു ഇനീഷ്യലി ആ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്കൊരു ബ്രദർ ഫീലൊക്കെ? ആരോടൊപ്പം അഭിനയിക്കുമ്പോഴും അങ്ങനെ ഒരു ടൈം ഉണ്ടാവും. എനിക്ക് അത് ബാക്കി ഏത് ആക്ടേഴ്സിനൊപ്പം എനിക്ക് പരിചയമില്ലാത്ത കൂടുതലും സുഹൃത്തുക്കളൊപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ ഒപ്പം പോകുമ്പോൾ അത് ഏതൊരു സാഹചര്യം, നമ്മളൊരു ഓഫീസിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പരിചയപ്പെട്ട് വരാനുള്ളൊരു ടൈം ഉണ്ടല്ലോ, അത് ഓരോരുത്തർക്കും ഇതാണല്ലോ. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഓഫീസിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കോളേജിലേക്ക് പോവുകയാണെങ്കിലും സുഹൃത്തുക്കളിലേക്ക് എത്തിപ്പെടാൻ, സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാനും കറക്റ്റ് വേവ് ലെങ്ത്തുള്ള ആൾക്കാരിലേക്ക് ചെന്ന് ചേരാനും ഒക്കെ ഒരു ടൈം എടുക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്ര ടൈം എടുക്കാനും പറ്റില്ല. സിനിമയിൽ ആദ്യത്തെ ദിവസം തൊട്ട് നിങ്ങൾ ഈ കഥാപാത്രം ആയിക്കോളണം. അപ്പൊ അത് മാനസികമായിട്ട് നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് പരമാവധി കൊണ്ടുവരിക എന്നുള്ളത് എക്സ്പീരിയൻസ് കൊണ്ടാണ് വരിക. പതുക്കെ ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ 4 കാലിൽ വീഴുക എന്ന് പറയുന്നത് അത് പഠിച്ച് വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ കോളേജും മറ്റേ പറഞ്ഞ പോലെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ പോലെയല്ല. ഇതിൽ ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ അപ്പുറത്തുള്ള ആൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളായിരിക്കും. ചിലപ്പോൾ അച്ഛനായിരിക്കും, ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ വൈഫായിരിക്കും മുമ്പിൽ നിൽക്കുന്ന ആദ്യത്തെ സീൻ അഭിനയിക്കേണ്ടി വരുന്നത്. അതങ്ങനെ തന്നെ ആ ഒരു പരിചയവും കെമിസ്ട്രിയും കാണിക്കണം. എനിക്ക് ബാക്കിയുള്ള ആക്ടേഴ്സിനൊപ്പം, നമ്മുടെ സുഹൃത്തുക്കളല്ലാതുള്ള ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു ചേരാനുള്ളൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർക്കും ഉണ്ട് തീർച്ചയായിട്ടും. അത്ര തന്നെ മമ്മൂക്കയായിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അത് മമ്മൂക്കയായിട്ട് തന്നെ കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്ത് നമുക്ക് എപ്പോഴും വിളിച്ച് അടുത്തിരുത്തും, സംസാരിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ സംസാരിച്ച് അങ്ങനെ അത് അതിനധികം ദിവസമൊന്നും വേണ്ടി വന്നില്ല. ഇതില് കുറച്ച് ചൂടാവുന്ന ഒക്കെ ഉണ്ട് ജോസേട്ടായോട്. അതെ, ആ സമയത്ത് തന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടേഴ്സിന്റെ ടീമൊക്കെ നിങ്ങളിപ്പോ ഒരു സ്ക്വാഡായി എന്ന് പറഞ്ഞ കാരണം ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് അങ്ങനെ പോവുക, അതിന്റെ ആവശ്യമായിരുന്നു. അത് മമ്മൂക്കയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ മമ്മൂക്കയായിട്ട് അഭിനയിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മമ്മൂക്കയായിട്ട് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്, അസീസ് കെ ആണെങ്കിലും റോണിച്ചേട്ടൻ ആണെങ്കിലും. എങ്കിലും മമ്മൂക്കയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് ബാക്കിയുള്ളവരെ കംഫർട്ട് ആക്കുക, ആ ഒരു സ്ക്വാഡ് പോലെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് മമ്മൂക്ക ചെയ്തു എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് മമ്മൂക്ക അത് എല്ലാ ആക്ടേഴ്സിനോട് നമ്മൾക്ക് എന്തെങ്കിലും അഭിനയിക്കുമ്പോൾ സീനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മമ്മൂക്ക ഒന്ന് പറഞ്ഞു തരും മമ്മൂക്കയുടെ എക്സ്പീരിയൻസിൽ. അപ്പോൾ അത് മമ്മൂക്ക ചിലപ്പോൾ നമ്മുടെ ഡയലോഗൊക്കെ അഭിനയിച്ച് നമുക്ക് കാണിക്കും, ഇങ്ങനെ പറഞ്ഞു നോക്ക്. പിന്നെ ഒരുപാട് കണ്ണൂർ സ്ക്വാഡിലൊക്കെ ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല സീക്വൻസിലും മമ്മൂക്ക ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയേ, ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ് മമ്മൂക്കയായിട്ട് വരും. മമ്മൂക്കയ്ക്ക് അറിയാൻ പറ്റും എന്തോ ഒരു ബുദ്ധിമുട്ടകത്ത് കിടക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞു വന്നിരിക്കുന്ന ഒരാളല്ലേ, അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യും. ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോ തന്നെ ചെയ്ത പടങ്ങളുടെ ക്വാളിറ്റി കൊണ്ടും കൂടിയാണ് ആ പ്രൊഡക്ഷൻ ഹൗസിനെ പറയുന്നത്, ജസ്റ്റ് ആ നെയിം മാത്രമല്ലല്ലോ. അപ്പോൾ ടർബോയിലേക്ക് വരുമ്പോ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതിൽ എങ്ങനെയാ ഒരു ആക്ടറുടെ, ഇത്രയും മമ്മൂക്ക പോലെ ഒരു ആക്ടറുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിലെ വർക്കിംഗ്? ഭയങ്കര സുഖമായിരുന്നു. ഞാൻ ഏറ്റവും സുഖമായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ദി ബെസ്റ്റ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മികച്ച 2 പ്രൊഡക്ഷൻ ഹൗസാണ് അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റും മമ്മൂട്ടി കമ്പനിയും. ഏറ്റവും മികച്ച സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യും, ഹിറ്റുകൾ കൊടുക്കുന്ന 2 ഇതാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട്. അത് ഇപ്പം ആദ്യത്തെ പടം തന്നെ പ്രേമം തന്നെ അൻവർ റഷീദ് ഇതാണ്. അടുത്ത ഇപ്പം ആവേശം കഴിഞ്ഞിട്ട് അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം കഴിയാറാകുന്നു.
ഈ രണ്ടുപേരാണെന്നുണ്ടെങ്കിലും വളരെ 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 കംഫർട്ടബിൾ. ഒന്നും ചെയ്യണ്ട, നമ്മൾ അവിടെ ചെല്ലുക. നമ്മൾക്ക് ആകെ ചെയ്യേണ്ട ചുമതല, നമ്മൾ ചില സ്കൂളിൽ ചെല്ലുക, നിനക്ക് ഇവിടെ ആകെപ്പാടെ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയില്ലേ, അതേപോലെ അവിടെ ചെല്ലുക, വൃത്തിയായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. ബാക്കി ഒരു കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട. കറക്റ്റായിട്ട് പേയ്മെന്റ് വരും, ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ചില പ്രൊഡക്ഷൻ കമ്പനി ചില സിനിമകളിലൊക്കെ നമ്മൾ പേയ്മെന്റിന് വേണ്ടി തല്ല് പിടിക്കുകയും അതിന്റെ പുറകെ നടക്കുകയും ചെയ്യുന്നത് വളരെ അങ്ങനത്തെ ഒരു ഹതഭാഗ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും ഈ രണ്ട് കമ്പനികളിലും ഉണ്ടായിട്ടില്ല. അനാവശ്യമായിട്ടുള്ള വിലപേശലുകൾ ഒന്നുമില്ല. നമ്മളെ റെസ്പെക്ട് ചെയ്ത് അതെല്ലാ ആർട്ടിസ്റ്റുകൾക്കും എല്ലാ ടെക്നീഷ്യൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, പക്ഷെ സ്റ്റിൽ അത് എനിക്ക് കിട്ടുന്ന ഒരു വൈബ് തന്നെയാണ് രണ്ടുപേരിലും. ബാക്കി ഒരു കാര്യത്തിലും നമ്മൾ എന്തിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, തൊട്ട് ഉള്ള ഇതൊക്കെ മനുഷ്യന് പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് തുടങ്ങി ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും ഒരു ടെൻഷനും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ രണ്ട് പ്രൊഡക്ഷൻ കമ്പനിയും. ഇവർ രണ്ടുപേരും ആരാ നമ്പർ 1 ആരാ നമ്പർ 2 എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ രണ്ടുപേരും നമ്പർ 1 നിൽക്കുന്ന മലയാളത്തിലെ ദി ബെസ്റ്റ്, ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും മികച്ച രണ്ട് പ്രൊഡക്ഷൻ കമ്പനിയും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇനിയും എത്ര പടങ്ങൾ വേണമെങ്കിലും നമ്മൾ ആർട്ട് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനേഴ്സിനെ ഇന്റർവ്യൂ എടുക്കാൻ തന്നെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു വർഷം, ഈ വർഷമാണ് അതല്ലേ. എല്ലാ പടങ്ങളുടെയും ഇപ്പൊ അശ്വിനി ചേച്ചി ആണെങ്കിലും ആവേശത്തില് അശ്വിനി ചേച്ചി ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചർച്ചയാവുന്നുണ്ട് അല്ലെ മയൂരി ബാർ. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഷാജി നടുവിൽ, രാജ്ബി ഷെട്ടിയുടെ ഒരു താവളം, അതൊരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. ഇത് കണ്ണൂർ സ്ക്വാഡും ഷാജി ചേട്ടനായിരുന്നു. അതിൻ്റെ അകത്ത് ആ ടിക്കരി വില്ലേജിന്റെ ഫൈറ്റ് കളമശ്ശേരിയാണ് ശരിക്കും. അതെ, അത് എത്ര പേർക്ക് അതൊരിക്കലും അറിയില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിലേക്ക് ആദ്യത്തെ ദിവസം ഷൂട്ടിന് വരുമ്പോൾ 6 ദിവസം ഉണ്ടായിരുന്നു. അതിന്റെ ആ നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ ടോയ്ലറ്റിന്റെ സീക്വൻസ് നമ്മൾ 4 പേരും ടോയ്ലറ്റിനകത്ത് ആവുമല്ലോ, ഇവർ ലോക്ക് ചെയ്തിട്ട് അത് പൊളിച്ച് പുറത്തേക്ക് വരുന്ന സീക്വൻസ് കളമശ്ശേരിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതല്ലാണ്ട് ഒരു 12 ദിവസം അതിന്റെ എക്സ്റ്റീരിയർ, അതിന്റെ അങ്ങോട്ടേക്ക് വരുന്നതും ആ അപ്പൂപ്പൻ വടി വീശുന്നതും അവിടുന്ന് പോയി അതിന് മുമ്പിലും പുറകിലൊക്കെ ആയിട്ടുള്ള ഞാൻ ചാടി കയറുന്നതും അതെല്ലാം മഹാരാഷ്ട്രയിലുള്ള ഒരു ഗ്രാമത്തിലാണ് എടുത്തിരിക്കുന്നത്. ഭോർ എന്ന് പറഞ്ഞൊരു വില്ലേജിലായിരുന്നു. അതിന്റെ ഇടയിലുള്ളൊരു സീക്വൻസ്, ആ ടോയ്ലറ്റിന്റെ സീക്വൻസ് എല്ലാം എടുത്തിരിക്കുന്നത് കളമശ്ശേരിയിലാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോഴും അത് സിനിമയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ വണ്ടറടിക്കുന്നതിനേക്കാൾ ഉപരി അവിടെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇത് ഇങ്ങനെ ഒരു ഗ്രാമം, ആ ശരിക്കുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവർ വീട് തപ്പും. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിരുന്നു. അത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തല്ലേ ശരിക്കും അവിടെ എന്താണോ ഉള്ളത് അത് അതേപോലെ അവർ അവിടെ ചെന്ന് കണ്ട് അത്. കാരണം ചീറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ അവിടത്തെ പോലത്തെ വാതിലുകൾ, കെട്ടിടങ്ങളും അതില് അവരുടെ പെയിന്റിങ്, അതിന്റെ ഏജ് ചെയ്തിരിക്കുന്ന രീതി, അത് പിന്നെ നൈറ്റും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടബിളും ആണ്. എങ്കിലും നമ്മൾക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. അതിലെ ലൈറ്റ് അപ്പ് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു, അത് പിന്നെ സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിലാണ് ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂക്കാന്റെ ഒരു ഫൈറ്റ് വരുന്നത്. നമ്മള് അതുവരെ ഇയാൾക്ക് അടി കിട്ടുമ്പോഴൊക്കെ നമ്മള് ജോർജിനെ അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ആ ഒരു പോയിന്റില് തിരിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടുക, പിന്നെ ചേട്ടൻ ചാടി കയറുക എന്നൊക്കെ പറയുന്നതിൽ ഒരു ഡ്രാമയും ഒരു ഹൈ തരുന്ന അവിടെയാ. അതിന്റെ ഒരു ഷൂട്ടിങ് ശരിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ചാടി കയറുന്ന ആദ്യം സൈഡിൽ കൂടിയായിരുന്നു, സൈഡിലെ ഡോർ ആയിരുന്നു. അത് സുപ്രീം സുന്ദർ ആയിരുന്നു കൊറിയോഗ്രാഫി ചെയ്തിരുന്നത് ആ സീക്വൻസ് കംപ്ലീറ്റ്. അപ്പം പുള്ളിയാണ് അത് ബാക്കിൽ കൂടി എന്നുള്ളത് ആക്കിയത്. കാരണം ജീപ്പ് അവിടുത്തെ നമ്മൾ പലപ്പോഴും എഴുതി വെച്ച് കഴിയുമ്പോഴും ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ കഥ മാറും. അല്ലെങ്കിൽ നമ്മളൊരു ലൊക്കേഷൻ ചെന്നിരുന്ന് തിരക്കഥ എഴുതണം, അപ്പോഴേ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ലൊക്കേഷൻ കിട്ടണമെന്നില്ലല്ലോ. അപ്പം അതിനനുസരിച്ച് മാറ്റിയതാണ് റിവേഴ്സ് എടുക്കുന്നത്, ചാടിക്കയറുന്നത്, പൊളിക്കുന്നത് ഒക്കെ ഉള്ളത്. അത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. അതുവരെ പതുക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു ഷിഫ്റ്റ്. അപ്പൊ അതിന്റെ നമ്മൾ പ്രൊമോഷൻ ചെയ്തിരുന്ന സമയത്തും ഇത് സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഒരു ഉണ്ട പോലത്തെ പടമൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് കാണാൻ വന്നിരുന്നു. പെട്ടെന്നുള്ളൂ പട്ടയെന്നും പറഞ്ഞ ആ സീക്വൻസ് വരും. നമ്മുടെ ഒരു വലിയൊരു ട്രംപ് കാർഡായിരുന്നു ആ ടിക്കരി വില്ലേജ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ അകത്ത് കയറും പടം ഭയങ്കരമായിട്ട് പറയണം. അതേപോലെ ടർബോയിലും ഇതിന്റെ ടുവേർഡ്സ് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഉള്ളൊരു സീക്വൻസ് ഉണ്ട്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇതങ്ങനെ മമ്മൂക്ക ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അവിടുത്തെ ആ ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് വൈശാഖേട്ടൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫായിട്ടുള്ള ഫീനിക്സ് പ്രഭു, വിഷ്ണു ശർമ്മ, ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ്, ഇത് ക്രിസ്റ്റോയുടെ മ്യൂസിക്, ഇതെല്ലാം കൂടി ചേർന്ന് ആണ് അത്രയും ഒരു അവസാനത്തിൽ 45 മിനിറ്റ് ടൈം പോകുന്നില്ല എന്ന് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ഇതിലിപ്പോ 2 പടം ആയാലും അന്നും
ഇപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 72 വയസ്സുകാരനാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ അതില് നമുക്കത് കാണുമ്പോൾ ടർബോന്റെ ഒരു ക്ലൈമാക്സിലേക്ക് ഈ ഡ്രിഫ്റ്റിംഗ് കാണുമ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് കാണുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൂടെ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ ഒബ്വിയസ്ലി ഏജ് എന്നുള്ളൊരു ഫാക്ടർ നിൽക്കുമ്പോൾ പുള്ളി എങ്ങനെയാണ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് അല്ലെങ്കിൽ ഈ ഓടിക്കുന്നതും സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ മമ്മൂക്കയുടെ ഒപ്പം ഇരുന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സൈഡിലിരുന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാം, ഇതൊക്കെ സെറ്റിൽ വന്ന് കാണിക്കും, ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് കാണിക്കും എങ്ങനെയുണ്ട് നമുക്ക് എന്നുള്ളൊരു മൂഡിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ കാണിക്കും. അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റിംഗ് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഉണ്ടാവല്ലോ, ഇപ്പൊ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പൊ പുള്ളിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടോ ഇങ്ങനത്തെ പടത്തിന് വേണ്ടി? ഒരു ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വീട്ടിലൊക്കെ ചെയ്യും. നമുക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്, വീട്ടിൽ തന്നെ ജിമ്മുണ്ട്, അതിന് പേഴ്സണൽ ആയിട്ടുള്ള ട്രെയിനറൊക്കെ ഉണ്ട്, അത് ചെയ്യും. പക്ഷെ ഇടിയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു രസത്തിന് വേണ്ടിയിട്ട്, അത് കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്ത് പോകാൻ തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ കണ്ണൂർ സ്ക്വാഡിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതിനു മുമ്പ് തൊട്ട് തന്നെ അതിന്റെ ഒരു രസമൊക്കെ ഒന്ന് സിജു ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആണ്. സിജു മറ്റേ പടത്തിന് വേണ്ടിയിട്ട് 19ാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വന്നിട്ട് അപ്പൊ അവൻ ഇങ്ങനെ എടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൻ പോയിരുന്ന സ്ഥലത്ത് ആണ് ഞാൻ ട്രെയിനിങ്ങിന് പോയിരുന്നത്. അപ്പൊ അതിന്റെ ഭയങ്കര രസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡ് വന്നപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി ശക്തമാക്കി. കാരണം അതിന്റെ ഡയറക്ടർ റോബി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഓടാനും ചാടാനും ഒക്കെ ഒരുപാടുണ്ട് ഈ പടത്തിൽ, ഇപ്പം ഫിറ്റ്നസ് വളരെ പ്രാധാന്യമാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ അത് കണ്ടിന്യൂ ആയി, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. റിയൽ ഇൻസിഡൻസിന്റെ ഒരു 100 കോടിയും ഒക്കെ കടന്നുപോയത് 2018 ആണെങ്കിലും റിയൽ ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്തിപ്പോ നമ്മൾ മഞ്ഞുമല പറയുമ്പോൾ പക്ഷെ കണ്ണൂർ സ്ക്വാഡാണ് ആദ്യം ആ ഒരു 100 കോടി അല്ലെ. ഈ റിയൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഷാഫിയും എല്ലാരും പേര് അതുപോലെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പേരുകൾ ചെറിയ ആ വ്യക്തി അതുപോലെ തന്നെ അല്ലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട്. അതെ അതെ, ഇപ്പോഴും സർവീസിലുള്ള ആളാണ്. കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങിയ സമയത്ത് ഈ റാഫി എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പടം കാണാൻ പറ്റില്ല, ഞാൻ ഇതേപോലെ ഒരാളെ പിടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ടിരുന്നു 1-2 പ്രാവശ്യം അവർക്ക് വേണ്ടി ഷോ നടത്തിയിരുന്നു. അല്ലാണ്ടേയും പിന്നെ ഈ ഇതിന്റെ ഒരു മെമന്റോ കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതെ, കണ്ണൂർ സ്ക്വാഡും കാതലും ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. അവിടെ ഈ പോലീസുകാർ ഇവരൊക്കെ വന്നിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചു. ബാക്കിയുള്ള അത് 4 പേരല്ല ശരിക്കും, വലിയ സ്ക്വാഡാണ്. അപ്പൊ ഇതിലെ പല ക്യാരക്ടേഴ്സിനും ആ സ്ക്വാഡിലുള്ള മെമ്പേഴ്സിന്റെ ഒക്കെ പേരുകൾ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പേരുകൾ ഇടാൻ റോണിച്ചേട്ടൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് സ്പെഷ്യൽ അല്ലേ നമ്മൾ ചെയ്ത ക്യാരക്ടർ നമ്മൾ കാണും. ഇപ്പൊ മഞ്ഞുമലയാരെ എല്ലാരും പറയുന്നുണ്ട്, അവർക്ക് കാണാൻ പറ്റുമല്ലേ നമ്മള്. അതെ, അതെന്റെ എന്റെ ഇതേവരെയുള്ളതിൽ എക്സ്പീരിയൻസ് ഇത് മാത്രമായിരുന്നു. മഞ്ഞുമല അത് കുറച്ചുകൂടി എക്സ്ട്രീം ആയിരുന്നല്ലോ. അത് അവരുടെ ഒപ്പം ഒരു വർഷം എത്രയോ ആയിട്ട് അവർക്ക് സൗഹൃദം കൊണ്ടുപോയി. അതെ, അവര് പിന്നെ സെറ്റിലൊക്കെ വരികയും അവരായിട്ട് ഒരുപാട് പ്രൊമോഷൻസിനൊക്കെ ഒരുമിച്ചുണ്ടാവുകയും. മെയ് 29 9 വർഷം മുമ്പ് പ്രേമം. അതെ, 9 വർഷം മുമ്പ്. അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് പ്രേമത്തിന് വേണ്ടി കാണാൻ ആദ്യത്തെ ദിവസം എല്ലാം തോന്നുന്നു, കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അന്ന് തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാ, ഈ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് കോളേജല്ലേ, അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇടിച്ച് കയറി അന്നത്തെ ആ ഒരു കയ്യടിയും ആ സ്റ്റേജിന്റെ അടിയിൽ നിന്ന് വരുന്ന സീനൊക്കെ എനിക്കൊന്നൊരു എക്സാക്ട് ഏജിലാണ് അത് കണ്ടത്. ശരിക്കും ആഘോഷിക്കേണ്ട ഒരു കോളേജ് കാലത്ത് അത് ഭയങ്കര മെമ്മറി ആട്ടോ പ്രേമം എന്നുള്ളത്. നിങ്ങൾക്ക് നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആണല്ലോ, പല പല ഇതിൽ ഒരുമിച്ച് പഠിച്ചവരും ഇതൊക്കെയാണ്. പിന്നെ ഒരുവിധം ഞങ്ങളുടെയൊക്കെ ലൈഫിലെ പല ഇൻസിഡൻസും അതിൻ്റെ അകത്ത് ഈ ഗുണ്ട് പൊട്ടിച്ചതൊക്കെ ശരിക്കും സംഭവിച്ചിട്ടുള്ളതാണ്. സ്റ്റേജിലല്ലെന്നുള്ളൂ, സ്റ്റേജിൽ പുറത്താണ് പൊട്ടിച്ചിരിക്കുന്നതെന്നുള്ളൂ. സ്റ്റേജിലേക്ക് ആക്കി അങ്ങനെ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്, അടിയുണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഉള്ളത്. അതെ അതെ, മലർ മിസ് ഞങ്ങളേതല്ലെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കോളേജിൽ നടന്ന ഒരു സംഭവമായിട്ട്. പക്ഷെ തമിഴത്തി ആയിരുന്നില്ല. കാരണം ആ സമയത്തൊക്കെ നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. പ്രേമമൊക്കെ ചെയ്യുമ്പോൾ നേരമൊക്കെ ചെയ്യുന്ന സമയത്ത് കോളേജൊക്കെ കഴിഞ്ഞ് 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വൈബ് നമ്മൾ വിട്ടിട്ടില്ലല്ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള. അപ്പൊ അതേപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇൻസിഡൻസും അല്ല കുറെ ഈ ഇൻസിഡൻസുകളുടെ ഒരു പ്ലേ ആണല്ലോ, ക്യാരക്ടറൈസേഷൻസും പിന്നെ പശ്ചാത്തലങ്ങളും ഓരോ സിനാരിയിലും അവര് അതാണല്ലോ അതിൻ്റെ അകത്ത്. നമുക്ക് ഒരു കഥ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക കഥയൊന്നും ഇല്ലെങ്കിലും ഒരു 3 ഷോർട്ട് ഫിലിം പോലെ ഇതേ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള
ഒരു പ്ലേ ആണെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ കോർത്തിണക്കുക എന്നുള്ളതാണ്. പിന്നെ ക്യാരക്ടേഴ്സും അതിലേറ്റവും ഒരു ആദ്യം ഇവര് മറ്റേ പൂവാലന്മാരായി നടന്നിട്ടുള്ള ആളുകൾ കോളേജിൽ എത്തിക്കുമ്പോ ആ കലിപ്പ് സോങ്ങും അല്ലെങ്കിൽ ഈ ഗുണ്ടുപൊട്ടിച്ച് വരുന്നിടത്താണ് ഇതിന്റെ ടെറർ വേർഷൻ ഏറ്റവും ഭംഗിയിൽ കാണുന്നതും. അവിടെ പുറത്ത് ആരും കണ്ടിട്ടില്ലല്ലോ. അതെ, ആ മുണ്ടൊക്കെ മടക്കി മറ്റേ സിഗരറ്റ് ഒക്കെ കൈമാറി നിങ്ങൾ രണ്ട് സൈഡും ആ വരുന്ന ആ കലിപ്പ് ഫൈറ്റോ അത് ഇവിടെ തന്നെയാണ് FSCT-യിലാണ് എടുത്തിരിക്കുന്നത്. FSCT-യുടെ ഗ്രൗണ്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മള് ഇത് ഇതിലൊരു പള്ളിപ്പെരുന്നാള് സീക്വൻസ് ഉണ്ട്. അതെ അതെ, അത് ചെയ്തിരിക്കുന്നത് അവിടെ ആയിരുന്നു. നമ്മള് മഴയത്ത് രാവിലെ ഷൂട്ടിങ്ങിന് നമ്മൾ ഇന്ന് ഇതാണ് എടുക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് ഭയങ്കര മഴ തുടങ്ങി നിർത്താണം. അങ്ങനെ കുറച്ച് ഡിലേ ആയി. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങാൻ പറ്റിയത്. പിന്നെ ആനന്ദ്, എൻ്റെ സിനിമാറ്റോഗ്രാഫർ ആനന്ദിന് കുറച്ച് റിഹേഴ്സൽസ് വേണമായിരുന്നു. വലിയ ഷോട്ടല്ലേ, താഴേന്നൊക്കെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ കറങ്ങിയൊക്കെ പോയി. അതിനും കുറച്ച് ടൈമൊക്കെ, അതുവരെ നമ്മൾ 4 മണി തൊട്ട് ഷൂട്ട് തുടങ്ങി. പിന്നെ ആ വെള്ളത്തില് വേറെ നിർത്തിയില്ല. കാരണം അതെ അതെ അതെ, അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് അപകടം ഒരുപാടുണ്ട്. കൊറിയോഗ്രാഫിൽ അടിയാണെങ്കിൽ കുഴപ്പമില്ല, ഡാൻസ് പോലെ കറക്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇവിടെ വീശുമ്പോൾ ഇവിടെ പിടിക്കുക എന്നുള്ളത് നമുക്കറിയാം, ഇങ്ങനെയാണ് വീശ് വരാൻ പോകുന്നത് എന്നുള്ളത്. മറ്റതിൽ അങ്ങനെ ഇല്ലല്ലോ. ശരിക്കും അടി കൊള്ളാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. അതിന്റെ റഷസ് ഒക്കെ ഇറക്കി വിട്ട് ചിരിച്ച് മരിക്കാനുള്ള ഒരുപാടുണ്ട്. 10 years വിടണം. അതിന്റെ ഹാർഡ് ഡിസ്ക് എവിടെയാ നോക്കണം. ഈ പ്രേമത്തിന്റെ ട്രാവൽ ഇപ്പൊ വിനീതേട്ടനൊക്കെ പറയും, മഞ്ഞുമല ആഘോഷിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഒരു തിയേറ്ററിൽ ഇത്രയും ഓളം തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായി കണ്ടത് പ്രേമമാണ് എന്നുള്ള. പ്രേമം ഇങ്ങനെ നിങ്ങൾ നേരവും അത് ഈ പറഞ്ഞ പോലെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു, പുറത്തേക്കൊക്കെ പോയി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അതുണ്ട്. അതെ അതെ, ഇതില് വരുമ്പോ ഈ പ്രേമം അങ്ങോട്ട് വലുതാവുകയാണല്ലോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് അതൊരു വലിയ സക്സസും ഒരു ഇൻഡസ്ട്രി ഹിറ്റും ഒക്കെ ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ വലിയ ഹിറ്റായി. സൗത്ത് ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു ഇത് വരുന്ന, ആദ്യമായിട്ട് പറയാൻ ന്യൂഡൽഹി ഒക്കെ വലിയ ഹിറ്റായിരുന്നു. കാലാപാനി അതൊക്കെ ഒരുപാട് ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്യപ്പെട്ട പടങ്ങളാണ്. പക്ഷെ ഒരുപാട് കാലത്തിന് സമയത്ത് സിനിമയിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. ആ ഡ്രസ് കോഡ് എല്ലാരും ഇട്ട് അല്ലേ, പിന്നെ എത്രയും റീമേക്ക് വരും. മലയാളമായിട്ടൊരു സ്ട്രൈറ്റ് പടം നമ്മുടെ ഒരു സമയത്ത് ഹിറ്റാവുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് പ്രേമത്തിലായിരുന്നു. പ്രേമം കഴിഞ്ഞിട്ട് ഉടനെ ഇതൊക്കെ സംഭവിക്കണമായിരുന്നു. അന്ന് സീൻ മാറിയതാ. അതെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും ടൈം എടുത്തു നമുക്ക് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ് വന്നുകൊണ്ടാണ് ഈ ഒരു ഓളം വരുന്നത്. അപ്പോൾ പുതിയ ഡയറക്ടേഴ്സ്, പുതിയ പരിപാടികൾ, പുതിയ നമ്പറുകളായിട്ട് വരുമ്പോൾ പഴയ ആൾക്കാർക്കും പുതിയ നമ്പറുകൾ തേടി പോയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള പഴയ സ്മാർട്ടായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സേ ഇനി നിലനിൽക്കുള്ളൂ. കാരണം പുതിയ പരിപാടിയായിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് പ്രേമത്തിന്റെ സമയത്ത് അങ്ങനെയുള്ളത് കുറവായിരുന്നു. ഒരുപാട് പുതിയ ആൾക്കാർ, പുതിയ സെറ്റ് ഓഫ് ഗ്യാങ് എന്ന് പറയാൻ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല പറയുന്നത്. ഇപ്പോഴൊരു ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ, ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ വന്നില്ല. പഴയ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പുതിയ നമ്പറുകൾ ഇറക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വൈശാഖേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട്. പിന്നെ എന്റെ പുള്ളി പോസ്റ്റ് ചെയ്തപ്പോ തന്നെ എന്റെ ആദ്യത്തെ സിനിമയാണെന്നും പറഞ്ഞ അതെ അതെ അതെ, വൈശാഖേട്ടനും ഇത് ഒന്നേന്ന് തുടങ്ങിയ ഒരു മൂഡായിരുന്നു പറഞ്ഞാൽ, ഇനി ഇതെന്റെ ആദ്യത്തെ പടം, ഇനി അടുത്തത് എന്നുള്ള രീതിയിൽ അങ്ങനെ വർക്ക് ചെയ്താൽ ഇനി പഴയ ആൾക്കാർക്ക് നിലനിൽപ്പുള്ളൂ. ഈ നേരവും പ്രേമവും ഒക്കെ ശേഷം അവിയലൊക്കെ തമിഴിൽ ചെയ്തിരുന്നു അൽഫോൺസ്. എങ്കിലും അന്ന് നിവിൻ പോളി എന്നുള്ള എല്ലാ മാസവും എല്ലാം കൈകാര്യം ചെയ്യുന്ന സ്റ്റാർ ഉണ്ടായത് പ്രേമത്തിലൂടെയാണല്ലോ. നമുക്ക് അതുവരെ ഒരു ആക്ടർ എന്നുള്ള രീതിയിലുണ്ടെങ്കിലും ഇവിടെ പൃഥ്വിരാജിനെ വെച്ച് ഗോൾഡ് ചെയ്യുമ്പോഴേക്കും പൃഥ്വിരാജിനെ വെച്ച് അൽഫോൺസ് ചെയ്യുന്ന പടമായി അത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ അൽഫോൺസ് പുത്രന്റെ കൂടെ ഉള്ള ആളെന്നുള്ള രീതി അതിലും CPO ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു സ്റ്റാർ മൂവി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു പുള്ളിയുടെ അപ്രോച്ചിൽ? സ്റ്റാർ അങ്ങനെ വലിയ പ്രശ്നം, ഞാൻ അതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് വലിയ 2 താരങ്ങൾ, പൃഥ്വിരാജും നയൻതാരയും ഉണ്ടല്ലോ. അതിന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ടൈമിങ്ങിന്റെ മാത്രമാണ്. ബാക്കിയത് മറ്റേ പ്രേമം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഫുൾ ടൈം അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവരുടെയൊക്കെ ഡേറ്റ്സ്, പിന്നെ അതിൻ്റെ അകത്ത് അവർ രണ്ടുപേരും മാത്രമല്ല, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഡേറ്റ്സ് മാനേജ് ചെയ്യാന്നൊക്കെ ഉള്ളതായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പിന്നെ പെട്ടെന്ന് ആയിരുന്നു അത്. ഓക്കെ, രാജുവിന്റെ ഡേറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് ആ സമയത്ത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനെ പെട്ടെന്ന് ഒരു മാസം 1.5 മാസത്തിൽ പ്രിപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പടത്തിന്. അങ്ങനെ പെട്ടെന്ന് തുടങ്ങിയ ഒരു പടമാണ് ആ പടത്തിന്റെ. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഒരു പ്രിപ്പറേഷൻസ് കുറവായതിന്റെ പ്രശ്നങ്ങളും ആ പടത്തിലുണ്ട്. ആക്സെപ്റ്റൻസ് ഇല്ല
അതെ അതിന്റെ അതെ കൂടെ നമ്മള് കാരണം ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടൈം വേണം, ഏത് ഇതാണെന്നുണ്ടെങ്കിലും. ഇല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളൊരു നമ്മളൊരു അനുഭവമാണ് ആ പടം. ഓവർ ഹൈപ്പ് ബാധിച്ചു എന്ന് വിചാരിക്കണ്ടോ? ഓവർ ഹൈപ്പ് അല്ല, നമ്മൾ ഓവർ ഹൈപ്പ് ബാധിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഓവർ ഹൈപ്പ് ഒരിക്കലും ബാധിക്കില്ല. ഇപ്പൊ ബാഹുബലി 2 എന്ന് പറഞ്ഞ പടം ഇന്ത്യയിൽ ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി, അതൊക്കെ കഴിഞ്ഞിട്ടാണ് KGF ഒക്കെ വരുന്നത്. ഓ ബാഹുബലി 1-നേക്കാൾ ഭയങ്കര എന്തിനാണ് കട്ടപ്പ കുത്തിയെന്നുള്ള ചോദ്യം ഇന്ത്യക്കാർ മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. അത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത്രയും ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ അത് ഫസ്റ്റിനേക്കാളും സെക്കൻഡ് ഭയങ്കര ഹിറ്റ് ആയില്ല, കാരണം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഈ 2 പടമെടുത്ത ആള് ഇനി ഇയാൾ അടുത്തെന്തെടുക്കും, അപ്പോഴാണ് RRR എന്ന് പറഞ്ഞ പടം അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ ഭയങ്കര വെയിറ്റിംഗ് ആണ്, എന്തിനി സംഭവിക്കുന്നു പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ ഹിറ്റാക്കി കാണിച്ചു കൊടുക്കും. ഓവർ ഹൈപ്പ് ആവുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓവർ ഹൈപ്പ് ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആസ് എ ലിറിസിസ്റ്റ് ഒരു ആക്സിഡന്റൽ ലിറിസിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ ഒരു പണ്ട് ഈ പുസ്തകത്തിന്റെ മുന്നേ എഴുതുമായിരുന്നോ? പുസ്തകം മുമ്പിലൊക്കെ എഴുതുമായിരുന്നു, ചെറിയ ചെറിയ ഇതൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ ഒരിക്കലും പാട്ടെഴുത്ത് ഒരു കരിയർ ആക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വിക്കിപീഡിയ എടുത്ത ആദ്യം അതാ, എന്നിട്ട് ആക്ടർ വരുന്നുള്ളൂ. അതെ, അപ്പോ അത് ഈ പ്രേമത്തിന്റെ സമയത്ത് സംഭവിച്ചതാണ്. അതിനുശേഷം ഒരു രസം എന്നുള്ള, ഇന്നും ഒരു എന്താ പറയാ, ഒരു ഫുൾ ഫ്ലഡ്ജ് ലിറിസിസ്റ്റ് അല്ല ഞാൻ എന്ന് പറയുന്നത്. പറയാൻ പറ്റുമോ? കാരണം ഇവിടെ ഇപ്പുറത്ത് പഞ്ച് എഴുതുമ്പോ അപ്പുറത്ത് അരികിൽ നിന്ന് അകലാതെ ഇരിക്കാം, അല്ലെ അലരയൊക്കെ എഴുതുന്നുണ്ട്. അതൊക്കെ ഈ ആഗ്രഹത്തിന്, ഈ ത്രില്ലിന്റെ പുറത്ത് 7 പാട്ട് പ്രേമത്തിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ജാട ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ വിളിക്കുക, ആൾക്കാർ എഴുതാൻ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നു. പ്രേമത്തിലെ പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. പ്രേമത്തിൽ ഏതൊന്നും പാടും? അപ്പൊ ഏത് പതിവായി ഞാൻ അവളെ കാണാൻ പോവാറുണ്ടേ, പതിവൊട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ, പലനാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നേ, പറയാതിന് വയ്യ നെഞ്ചിൽ തീയാണെന്നേ. ഇപ്പൊ ലിറിസിസ്റ്റ്, സിംഗർ, ആക്ടർ എന്നൊക്കെ ഉള്ളത് മൾട്ടി ടാസ്കർ ആണല്ലോ. ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാറുണ്ടോ ഒരു ഡയറക്ഷൻ? പിന്നെ ഇനി തിരക്കഥാകൃത്തായിട്ട് എന്നെ തന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സംവിധായകനായിട്ട് എന്നെ തന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ സിനിമ അല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് പതുക്കെ ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. ലിറിക്സ് എഴുതുന്നത് എങ്ങനെയാണെന്നും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ പോകുന്ന പോക്കില് ഇതെല്ലാം ട്രൈ ചെയ്ത് പോവുക. എല്ലാം ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് പഠിച്ച് പോയാലേ നമുക്ക് പരീക്ഷയ്ക്ക് എത്താറാവുമ്പോൾ എന്തെങ്കിലും പാസ് മാർക്കെങ്കിലും കിട്ടുള്ളൂ. അപ്പം അതിനുള്ളൊരു പ്രിപ്പറേഷൻ മാത്രമാണ്. അതൊരു ക്ലാസ് റൂമായിട്ടാണ് ഞാൻ കരുതുന്നത്. വലിയൊരു ക്ലാസ് റൂമായിരുന്നു ടർബോ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത്. പല പല കാര്യങ്ങൾ, വൈശാഖേട്ടൻ തൊട്ട് മമ്മൂക്ക തൊട്ട്. അതേപോലെ ഓരോ സിനിമയിലും അഭിനയിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അഭിനയിച്ചാണ് നമ്മളെ തന്നെ കണ്ടാണ് പഠിക്കുന്നത്. അതേപോലെ ഇതും ചെയ്ത് പഠിക്കുക എന്നുള്ളൂ. നമ്മൾ ഒരെണ്ണം എഴുതി അത് സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോഴാണ് ശരി. ബാക്കി പാട്ടെഴുത്തും അങ്ങനെ തന്നെയായിരുന്നു. എഴുതി കഴിഞ്ഞ് നമ്മൾ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴായിരുന്നു ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അതേപോലെ ബാക്കി ഈ തിരക്കഥയും ഇതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ. പെട്ടെന്ന് സംഭവിച്ചില്ലെങ്കിലും കറക്റ്റായിട്ട് സംഭവിക്കട്ടെ. കൃത്യസമയത്ത് സംഭവിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഏട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.